എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രേവതിക്കുട്ടി അലീനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഷെറിൻ ചേച്ചിയെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും എന്താ ചേച്ചി ചോദിക്കാത്തതെന്ന് അലീനയോടെ പറയുന്നു. ഞാൻ എല്ലാം തന്നെ ചോദിച്ചെന്ന് നീ വിചാരിച്ചോളൂ, എന്നിട്ട് ഓരോന്നായി പറ. ഈ സമയം രേവതി പറയുന്നുണ്ട്, ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. 1.5 വർഷത്തോളം ഭർത്താവുമായി ഗൾഫിലായിരുന്നു താമസം. പക്ഷേ അതിനുശേഷം ഹസ്ബൻഡ് ചേച്ചി ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ, അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് അലീന ചോദിക്കുന്നു. അതൊന്നും എന്തുകൊണ്ടാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല, പക്ഷേ ഷെറിൻ ചേച്ചിയെ ഞങ്ങൾ കണ്ടുവെന്ന് ഇപ്പോൾ രേവതി അലീനയോടായി പറയുന്നു. നിങ്ങൾ നേരിട്ട് കണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോൾ അതെ കണ്ടുവെന്നും, പക്ഷേ ഇപ്പോൾ ഷെറിൻ ചേച്ചിക്ക് മെൻ്റലാണെന്നാണ് രേവതി പറയുന്നത്. അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും കരച്ചിലും എല്ലാമായിരുന്നു. ഞങ്ങളുടെ മുമ്പിലേക്ക് ഓടി വന്നു, എന്നിട്ട് നിങ്ങളാണോ എൻ്റെ കുഞ്ഞിനെ കൊന്നതെന്ന് ഞങ്ങളോട് ചോദിച്ചു. ഇതെല്ലാം കേട്ടിട്ട് അലീന, ശരിക്കും ഭ്രാന്താണോടി? മറുപടിയായി രേവതി, അതേന്നേ. അപ്പോൾ തന്നെ ഷെറിൻ ചേച്ചിയെ അവിടെയുള്ള ചേട്ടനും ചേച്ചിയും കൂടെ പിടിച്ച് കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞിനെ കൊന്നോന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ മോളെ എന്ന് അലീന രേവതിയോട്. ഇത് ശരിവെച്ചുകൊണ്ട് രേവതി, എന്തോ തിരിമറി നടന്നിട്ടുണ്ട് ചേച്ചി. അപ്പോൾ അലീന, അവിടെ ഉള്ളവരോട് ചോദിക്കാൻ മേലായിരുന്നോ അതിനെപ്പറ്റിയൊക്കെ? മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ ചൂടായി. നിങ്ങളിപ്പോഴെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അതൊക്കെ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. ഇപ്പോൾ അലീന ചോദിക്കുന്നു, അല്ല ഇതെവിടെയാണ് സ്ഥലം? മറുപടിയായി രേവതി, അത് പുനലൂര്, പത്തനാപുരം. മാത്രമല്ല ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി കൊല്ലത്ത് വന്ന് ചിന്നിമോളെ കണ്ടുവെന്നും രേവതി പറയുന്നുണ്ട്. ഇപ്പോൾ അലീന, നേരാണോ? നിങ്ങൾ അവിടെ വന്ന് ചിന്നിമോളെ കാണുകയും ചെയ്തോ? ചിന്നുകുട്ടിക്കിപ്പോൾ പണ്ടത്തെ കണക്ക് വിഷമമൊന്നുമില്ല, അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് അലീനയോടായി പറയുന്നു. അവൾ എത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞാലും പക്ഷേ നമ്മൾ നോക്കിയാണ് കൊക്കുവോടിയെന്ന് രേവതിയോട് ഇപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ മുട്ടായിയും കേക്കും ഉടുപ്പും എല്ലാം അവൾക്ക് വാങ്ങിക്കൊടുത്തു. കുറേ സമയം അവളുമായി ഇരുന്നിട്ടാ ഞങ്ങൾ തിരിച്ചു പോകുന്നതെന്ന് രേവതി അലീനയോട് പറയുന്നുണ്ട്. ഇപ്പോൾ അലീന, ഷോ ഞാനും കൂടെ വേണമായിരുന്നു നിങ്ങളുടെ കൂടെ, എന്നാലും എന്നെ കൊണ്ടുപോയില്ലല്ലോ. അത് ചേച്ചി വരാത്തതുകൊണ്ടല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊക്കെ ശരി, പക്ഷേ ഇനി പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം. അതിൻ്റെ ഇടയ്ക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി അവിടുത്തെ കാര്യം എന്തുവായി? എന്തെങ്കിലും തീരുമാനമായോ? മറുപടി അലീന, ഇവിടുത്തെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായി. ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഞാൻ ഈ വീടിന് യാത്ര പറയും. ഇത് കേൾക്കുന്ന രേവതി, എനിക്ക് സന്തോഷമായി. എത്ര നാളോട് ഞാൻ ചേച്ചിയോട് പറയുന്നു ഇങ്ങോട്ടേക്ക് വരാൻ, പക്ഷെ ചേച്ചി കേൾക്കത്തില്ലായിരുന്നല്ലോ. പക്ഷേ എനിക്ക് അത്ര സന്തോഷമൊന്നും ഇല്ല മോളെ. ഒന്നുമില്ലെങ്കിലും ഇതെൻ്റെ അമ്മയും സഹോദരങ്ങളും എൻ്റെ കുടുംബം അല്ലേ ഇത്. ഇടയ്ക്ക് അതിനെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. എന്തൊക്കെയായാലും ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് അലീന വിഷമത്തോടുകൂടി പറയുമ്പോൾ രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട്. ചേച്ചീനെ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞല്ലേ അവര് 22 വർഷം മുമ്പ്. ചേർക്കാൻ പറ്റാത്തോണ്ടല്ലേ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ പിന്നീട് കൂട്ടിച്ചേർക്കാനൊക്കെ വലിയ പാടാണ്. എന്തായാലും ചേച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ എന്നെ വിളിച്ചേക്കണം കേട്ടോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം കൃഷ്ണ മുത്തശ്ശിയെ കാണാനായി മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. അലീന ചേച്ചി പോണ്ടാന്ന് മുത്തശ്ശി എന്താ പറയുന്നത്? ഇത് കേൾക്കുന്ന മുത്തശ്ശി, ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ പറയേണ്ടവരല്ലേ പറയേണ്ടതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, പിന്നെ ആരാ പറയേണ്ടത്? ആദ്യം നിന്റെ അമ്മയല്ലേ അതിനൊക്കെ സമ്മതിക്കേണ്ടത്, പിന്നെ ബബിമോളും സമ്മതിക്കണം, അതിനുശേഷം രോഹിയും പറയണം. അവരൊക്കെയല്ലേ പറയേണ്ടത്. ഇവരൊന്നും തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കില്ല എന്ന് കൃഷ്ണ ഇപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അവരൊക്കെ ചേച്ചി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ മാത്രമേ ചേച്ചിയുടെ വില അറിയൂ. ആരൊക്കെ അവളുടെ വില അറിഞ്ഞാലും ഇല്ലെങ്കിലും അവളുടെ വില ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്കാണെന്ന് മുത്തശ്ശി സ്വയമേ പറയുന്നുണ്ട്. മുത്തശ്ശിക്കെങ്കിൽ അമ്മയോടൊന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞൂടെ, അലിനി ചേച്ചി അല്ലാതെ വേറെ ആരെയും ഹെൽപ്പിന് വേണ്ടാന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞാലും അതൊന്നും കേൾക്കാൻ അവൾക്ക് മനസ്സില്ലെന്നാണ് മുത്തശ്ശി കൃഷ്ണയോട് പറയുന്നത്. കൃഷ്ണ തുടരുകയാണ്, ഇവിടെ ആര് ശരിയില്ല മുത്തശ്ശി. രോഹിയേട്ടൻ എന്താ ചെയ്തേന്ന് ഇവിടെ എല്ലാവരും ഇപ്പോൾ അറിഞ്ഞതല്ലേ ഉള്ളൂ. പിന്നുള്ളത് ബബി ചേച്ചി, അവൾക്കും ഏതോ ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ട്. ശരിക്കും അവ കൊണ്ടുവന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, പിന്നെ ഇല്ലേ, രാത്രിയൊക്കെ ഉറക്കം പോലും ഇല്ല, ഫുൾ ടൈം ചാറ്റിങ്ങാ. ഞാൻ ഒരു ദിവസം അവൻ്റെ ഫോട്ടോ കണ്ടിരുന്നു. കാശിന് കൊള്ളാത്തവനാ. അവനെയൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പെശ കാണുന്ന. പ്രേമാണോടി മോളെ അവരൊക്കെ തമ്മിലെന്ന് ചോദിക്കുമ്പോൾ, ചോദിച്ചാൽ പറയും ഫ്രണ്ട്ഷിപ്പ്. ഇതൊക്കെ കണ്ടാ അറിഞ്ഞൂടെ മുത്തശ്ശിയെന്ന് കൃഷ്ണ ചോദിക്കുന്നു. നിനക്കിതൊക്കെ വൈജിയോട് പറഞ്ഞൂടെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, പറഞ്ഞാലും കണക്കാ. ഇവിടെ ഇപ്പോൾ തന്നെ ഒരു ഭൂകമ്പം നടന്നിട്ട് എന്തായി? ഒരു തെറ്റും ചെയ്യാത്ത ആളല്ലേ ഇപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് പോകേണ്ടി വന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, രോഹിമോനൊക്കെ എത്ര നല്ല ചെറുക്കനായിരുന്നു. എങ്ങനെയാണോ പിഴച്ചു പോയത് അറിയില്ല. ആ ഹരിയുടെ കൂടെ കൂടിയിട്ട് തന്നെയാവുമെന്ന് മുത്തശ്ശി ഉറച്ചു പറയുന്നു. കൃഷ്ണ മുത്തശ്ശിയോടായി, അലീന ചേച്ചിയും കൂടി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഈ വീടൊരു മരുഭൂമിയാവും. മുത്തശ്ശി ഒന്നുകൂടെ പറഞ്ഞു നോക്കണേ. മുത്തശ്ശി പറഞ്ഞാൽ അലീന ചേച്ചി കേൾക്കും.
ഞാൻ പറയാം, പക്ഷേ അവളൊരു ഉറച്ച തീരുമാനം എടുത്ത മട്ടിലാണെന്നാണ് കൃഷ്ണയോട് മുത്തശ്ശി സംസാരിക്കുന്നത്. കൃഷ്ണ അവസാനമായി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമല്ലഞ്ഞിട്ടാ, അല്ലെങ്കിൽ ചേച്ചി ഇവിടുന്ന് പോകത്തില്ലായിരുന്നു. ഇത്രയും പറഞ്ഞ് കൃഷ്ണ മടങ്ങുകയാണ്. രാത്രി ഏറെ വൈകിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്താത്ത ബാലചന്ദ്രനെ കാത്തിരിക്കുകയാണ് വൈജ, കൃഷ്ണ, ബബിത. ഇത്രയും നേരമായിട്ടും തൻ്റെ കോളുകളൊന്നും ബാലചന്ദ്രൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് ഡ്രോയിങ് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വൈജ. ഏറെ നേരത്തിന് ശേഷം കൃഷ്ണയും ബബിതയും ഉറങ്ങാനായി റൂമിലേക്ക് പോവുകയാണ്. അവിടെ തന്നെ നിൽക്കുന്ന വൈജയോട് അമ്മ ഉറങ്ങുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോടി, അമ്മയ്ക്കൊന്ന് വിളിച്ചു നോക്കാറുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, എത്ര തവണയാണ് വിളിച്ചത്, അമ്മയ്ക്ക് ക്ലബിലൊന്ന് വിളിച്ച് തിരക്കാരുന്നില്ലേന്ന് ചോദിക്കുന്നു. അല്ല, എന്നോട് പറയാതെ ഇതുവരെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ലല്ലോ, അതിപ്പോൾ ഇവിടെ പതിവില്ലാത്ത പല കാര്യങ്ങളുമല്ലേ അരങ്ങേറുന്നതെന്ന് ബബിത പറയുന്നു. ഈ സമയം ഡൈനിങ് ടേബിളിലേക്ക് വെള്ളമായി വരുന്ന അലീനയെ വൈജ വിളിക്കുകയാണ്. ബാലചന്ദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഊണ് കഴിക്കാൻ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, വന്നിരുന്നു മാഡം. എന്നിട്ട് അപ്പോൾ തന്നെ മടങ്ങിയോ? ഇല്ല, സാറ് മുറിയിൽ പോയി കിടന്നിരുന്നു എന്ന് അലീന പറയുന്നു. എവിടെയെങ്കിലും പോകൂന്ന് പറഞ്ഞിരുന്നോ? എൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മാഡം. എന്നോടങ്ങനെ ഒരിടത്തേക്കും പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു മാഡം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് വന്നിട്ട് ബാലചന്ദ്രൻ എപ്പോഴാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയതെന്ന് വൈജ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന, പോയതൊന്നും ഞാൻ കണ്ടില്ല, സാധാരണ എന്നോട് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. സാർ പോയി കഴിയുമ്പോൾ വാതിലടയ്ക്കണമെന്നും എന്നും പറയും. മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നീ ബാലന് ലെമൺ ടീ കൊടുത്തില്ലേ എന്ന് ഇപ്പോൾ വൈജ ചോദിക്കുമ്പോൾ, ലെമൺ ടീയുമായി ഞാൻ സാറിനെ മുറിയിൽ ചെന്നിരുന്നു, പക്ഷേ സാറ് അവിടെ ഉണ്ടായിരുന്നില്ല. മുറിയുടെ വാതിൽ പോലും തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഞാൻ സിറ്റ് ഔട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കാറും കാണാനില്ല. പക്ഷേ ബാലനാണെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ, ഇതെന്ത് കളിയാന്ന് ടെൻഷനോടെ വൈജ ഇപ്പോൾ പറയുന്നുണ്ട്. വേറെ ഉച്ചയ്ക്ക് വന്നപ്പോൾ മുത്തശ്ശിയുടെ റൂമിലും ഒക്കെ കയറി വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അലീന ഇപ്പോൾ വൈജയോട് പറയുന്നുണ്ട്. കേട്ടോ, ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ എന്ന് ടെൻഷനോടെ പറയുകയാണ് വൈജ. അതിനുശേഷം ബബിതയോടും കൃഷ്ണയോടുമായി, നിങ്ങൾ എന്തായാലും പോയി കിടന്നോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. അതിനുശേഷം വൈജ വീണ്ടും ബാലനെ കോൾ ചെയ്യുന്നുണ്ട്. ഈ സമയം വൈജയുടെ കോള് കാണുന്ന ബാലൻ, നിന്റെ കോൾ ഞാൻ എടുക്കാം, പക്ഷേ അത് നിന്റെ അവസാനത്തെ കോളായിരിക്കും. ഇപ്പോൾ എന്തായാലും നീ അടങ്ങിയിരിക്കുന്ന മനസ്സിൽ ബാലൻ പറയുന്നു. അങ്ങനെ ബാലൻ യാത്ര തുടരുകയാണ്. ഇപ്പോൾ മുത്തശ്ശിക്കുള്ള മരുന്നുകളെല്ലാം എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അലീന. അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ മോളെ? ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല മുത്തശ്ശിയെന്ന് വിഷമത്തോടുകൂടി അലീന പറയുന്നുണ്ട്. രോഹിയുടെ കാര്യം നീ വൈജയോട് പറഞ്ഞപ്പോൾ അവൾക്ക് നിന്നിലുള്ള തെറ്റിദ്ധാരണയെല്ലാം തന്നെ മാറിയില്ലേ? എന്നിട്ടും എന്നെയാ മുത്തശ്ശി കുറ്റപ്പെടുത്തുന്നേ? എന്നെ കണ്ട കല്യാണം കഴിക്കാത്ത ആമ്പിള്ളേർക്ക് പലതും തോന്നുമെന്ന്. ഇത് കേട്ടിട്ട് ദേഷ്യത്തോടെ മുത്തശ്ശി, അവളെ ഞാനൊന്ന് കാണട്ടെ, നല്ല നാലെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങാടി തോറ്റേന് അമ്മയോടൊന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അവളുടെ മകന്റെ സുഖേടിന് നീ എന്നാ പഴിച്ചു? എണ്ണം കെട്ടവള്, പറയുന്ന വർത്താനം കേട്ടില്ലേ അവളുടെ? ഇപ്പോ വിഷമത്തോടുകൂടി അലീന, സത്യം പറഞ്ഞ ഞാനിവിടെ വരേണ്ടവളല്ല മുത്തശ്ശി, ബ്രിജിത്ത മമ്മി കരുതിക്കൂട്ടി ഇങ്ങോട്ടേക്ക് അയച്ചതാ, ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് വരരുതായിരുന്നു. അപ്പോൾ ദേഷ്യത്തോടുകൂടി മുത്തശ്ശി, എടി നീ ഇങ്ങോട്ടേക്ക് വന്നോണ്ട് എന്താ ഇപ്പം പറ്റിയത്? വൈജയും കമലയും അവരുടെ മക്കളും എല്ലാം കൂടെ ചേർന്ന് കാണിച്ച തെറ്റുതരത്തിന് നീ എന്ത് പഴിച്ചിട്ടാ? ഞാൻ വന്നതിന് ശേഷം ഈ കുടുംബം കലങ്ങിയെന്നല്ലേ അവരൊക്കെ പറയുന്നേ. അങ്ങനെ കലങ്ങണമെങ്കിലേ ചെളി ഉണ്ടായിരിക്കണം, അല്ലെങ്കിലേ ആര് കലക്കാൻ നോക്കിയാലും കലങ്ങില്ല എന്നിപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്. ക്ഷമത്തോടുകൂടി മുത്തശ്ശി തുടരുകയാണ്. ഈ കുടുംബത്തിന്റെ അടിത്തട്ട് മുഴുവൻ ചെടിയടിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ടാ തൊട്ട ഉടനെ കലങ്ങുന്നത്. പിന്നെ മറുപടിയായി, ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എല്ലാം തെളിയുമായിരിക്കും. അങ്ങനെയൊക്കെ തെളിയണമെങ്കിൽ ആദ്യം അവനവൻ നന്നാവണമെന്നാണ് മുത്തശ്ശിയുടെ വാദം. നീ എന്നാ കൊച്ചേ പോകുന്നതെന്നിപ്പോൾ മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നു. സാറ് വന്നാൽ ഉടനെ തന്നെ ഞാനിവിടെ നിന്ന് പോകും, നാളെ വരുമായിരിക്കുമല്ലേ? ഇതിപ്പോൾ അവൻ എവിടെ പോയിന്ന് അറിയത്തില്ലല്ലോ. സാറിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം എനിക്കിവിടെ നിന്ന് മടങ്ങാൻ, ഇല്ലെങ്കിൽ അത് നന്ദികേടാകും. മുത്തശ്ശി ഇപ്പോൾ അലീനയോട്, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും പെട്ടെന്ന് തന്നെ പോവാം, എൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുമല്ലോ. മുത്തശ്ശിക്ക് ഒരു കുഴപ്പം വരത്തില്ല, മുത്തശ്ശി നോക്കാൻ പുതിയ ഹോം നേഴ്സ് വരത്തില്ലേ എന്ന് അലീന പറയുന്നു. ഹോം നേഴ്സ് ഞാൻ കുറേ എണ്ണത്തിനെ കണ്ടതാ. അവസാനമായി മുത്തശ്ശി സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, കിടന്ന് നരകിപ്പിക്കാതെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ഇനി എന്തായാലും വരുന്നത് പോലെയൊക്കെ വരട്ടെ. സമയം വൈജ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. നിന്നോട് സാറ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എങ്ങോട്ടെങ്കിലും പോകുമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ചേച്ചി, എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അഥവാ എങ്ങോട്ടെങ്കിലും സാറ് ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഷോപ്പിലെ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ.
ഇന്നേ ദിവസം ഇപ്പോൾ സാറ് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഷോപ്പിലോട്ട് വന്നിട്ട് പോലുമില്ല. നീ സാറിനെ വിളിച്ചിരുന്നു എന്ന് വൈജ ചോദിക്കുമ്പോൾ ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ സാറ് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കാരണം ഒരു യാത്രയ്ക്ക് പോയിട്ടുണ്ടാവുമെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. പരപരിയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് മീറ്റിങ്ങിനോ കോൺഫറൻസിനോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു സംശയമെന്ന് അയാൾ പറയുന്നു. അപ്പോൾ വൈജ എന്നോട് പറയാതെ അങ്ങനെ എവിടേക്കും പോകാറില്ല. സാധാരണ ബാലേന്ദ്രൻ ബിസിനസിന്റെ ആവശ്യത്തിന് എങ്ങോട്ടേക്കൊക്കെയാണ് പോകാറുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, സൂറത്ത് അത് പർച്ചേസിന്റെ ആവശ്യത്തിന് പോകുന്നതല്ലേ? വൈജ അവസാനമായി പറയുന്നുണ്ട്, ഗോവർദ്ധൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലും ഏത് സമയത്താണേലും എന്നെ വിളിച്ചറിയിക്കണം. നീ പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം മനുശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വൈജ. അല്ല, നിന്റെ ഫോണിലേക്ക് വല്ലതും വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇല്ലെന്നാണ് മനുവിന്റെ മറുപടി. വിളിച്ചപ്പോഴും എടുത്തിട്ടില്ലെന്ന് വൈജ പറയുമ്പോൾ എന്നാ വല്ല പ്രശ്നമുണ്ടോ എന്നിപ്പോൾ മനു ചോദിക്കുന്നുണ്ട്. പിണങ്ങിയിരിക്കുവാണോ എന്ന് മനു ചോദിക്കുമ്പോൾ ഇല്ല, ഉച്ചവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഊണ് കഴിക്കാനും വീട്ടിൽ വന്നതാണ്. ഓ, വീട്ടിൽ നിന്ന് നേരിട്ടാണോ പോയെന്ന് ബാലൻ ചോദിക്കുമ്പോൾ അതേന്നും ഊണ് കഴിക്കാനായി വീട്ടിലേക്ക് പോവുകയാണെന്നും കൂടി എന്നെ വിളിച്ച് പറഞ്ഞതാ. ഇവിടെ വന്ന് ഊണ് കഴിച്ച് മടങ്ങിയത് പോലും അലീനയും അറിഞ്ഞിട്ടില്ല. സാധാരണ പോകുന്നതിന് മുമ്പായി ഒരു ലെമൺ ടീയും കുടിച്ച് പോകുന്നതിന് മുമ്പായി വാതിലും ലോക്ക് ചെയ്യാൻ അലീനയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടേ പോകാറുള്ളൂ. പക്ഷെ ഇന്ന് അതും ഉണ്ടായില്ല. അവള് ലെമൺ ടീയുമായി റൂമിൽ ചെന്നപ്പോൾ റൂം തുറന്നു കിടക്കുന്നു, മുൻവശവും തുറന്നു കിടക്കുന്നു. അതിനുശേഷം നോക്കിയപ്പോൾ കാറും ഇല്ല, ആളും ഇല്ല. അപ്പോൾ അങ്ങള് ജ്വല്ലറിയിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലും ഒന്നും ചെന്നിട്ടില്ല? അവിടെയും ചെന്നിട്ടില്ലടാ മോനെ എന്ന് വൈജ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. ഞാൻ ഇനി എവിടെ അന്വേഷിക്കാനാണെന്ന് വൈജ പറയുമ്പോൾ എവിടേക്കെങ്കിലും പോകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ മനു, ആൻറ്റി വിഷമിക്കണ്ട, അങ്കിള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. വൈജയുമായുള്ള കോൾ കട്ട് ചെയ്തുടൻ തന്നെ മനുശങ്കർ ബാലനെയും വിളിക്കുന്നുണ്ട്. ഈ സമയം തൻ്റെ ഫോണിലേക്ക് മനുവിൻ്റെ കോള് കാണുന്ന ബാലൻ, നിന്റെ കോള് ഞാൻ എടുക്കാമടാ, സമയമാകട്ടെ, നിന്റെ അച്ഛനും കൂടെ ചേർന്നല്ലേ എന്നെ ചതിച്ചത്.